ഹലോ ഗൈസ്, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഒരു Geestarന്റെ 2.1 സൗണ്ട് ബാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു 2.1 ആംപ്ലിഫയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് ഡി വിത്ത് റിമോട്ട് കിറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ക്ലാസ് ഡി വിത്ത് റിമോട്ട് കിറ്റ് ബോർഡിനെ പരിചയപ്പെടുത്തുക. ക്ലാസ് ഡി എന്ന് പറയുമ്പോൾ ഇൻബിൽറ്റ് ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ കൂടെ ഈ റിമോട്ട് കിറ്റിനകത്ത് ഉണ്ട് എന്നുള്ളത് ആണ് ഇതിൻ്റെ ഈ ഒരു ബോർഡിൻ്റെ എടുത്ത് പറയാമെന്നുള്ള ഒരു സവിശേഷത. വളരെയധികം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഒരു പ്ലഗ് ആൻഡ് പ്ലേ, പവർ സപ്ലൈ കൊടുക്കുക, സ്പീക്കർ ഔട്ട് എടുക്കുക, അത് സ്പീക്കറിലേക്ക് കൊടുക്കുക, ഈ സംഭവം വർക്കാവും എന്നുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ക്ലാസ് ഡിയിൽ വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് 5 കൂടെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയിൽ നമുക്ക് വളരെ ചുരുക്കത്തിലൊരു സൗണ്ട് ബാർ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഒരു 2.1 ആയിട്ടുള്ള സൗണ്ട് ബാറും ചെയ്തെടുക്കാം. ഇതല്ല എനിക്ക് 2.1ൻ്റെ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ നമുക്ക് വളരെ എളുപ്പത്തിന് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന ഒരു ബോർഡാണിത്. ബോക്സ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഒരു നല്ല ഫിനിഷിംഗ് ഉള്ളൊരു റിമോട്ട്, പിന്നെ ഒരു ഫ്രണ്ട് പാനൽ, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇരിക്കുന്നത് അതിൻ്റെ ഒരു ഫുൾ കൺട്രോളിംഗ് യൂണിറ്റും കൂടെയാണ്. ഒരു പ്രൊസസ്സറൊക്കെ വരുന്നൊരു യൂണിറ്റാണ് അതിനകത്ത് ബാക്ക് സൈഡിലായിട്ട് കാണുന്നത്. ഫുൾ SMD കമ്പോണൻസ് വെച്ചിട്ടാണ് ഈ ഒരു ബോർഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നന്നാക്കി എടുക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു സാധനം അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് ആവത്തില്ല. ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് നാൾ വർക്ക് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്ലാസ് ഡി റിമോട്ട് കിറ്റ് തന്നെയാണ് ഇതും. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ക്ലാസ് ഡി പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവും, അല്ലെങ്കിൽ അങ്ങനെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉള്ളൊരു സാധനമാണെന്നൊക്കെ. അതൊക്കെ സത്യം പറഞ്ഞാൽ വെറുതെയാണ് കേട്ടോ. ഒരു ക്ലാസ് ഡി വാങ്ങിച്ചിട്ട് 4, 5 വർഷം വരെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട്. നമ്മളെ വീഡിയോയ്ക്കകത്ത് തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് 5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അതങ്ങനെ കംപ്ലൈൻറ്റ് ഒന്നും വരത്തില്ല. ക്ലിയർ ആയിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇതിലൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ-ബിയുടെ ചിപ്പല്ല ബ്ലൂടൂത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പകരം മറ്റേതൊരു കമ്പനിയുടെയാണ്. അതൊരു നമ്പർ മാത്രമേ അതിനകത്തുള്ളൂ. അപ്പം അത് മറ്റേതൊരു കമ്പനിയുടെ ഒരു ചിപ്പാണ് ഇനിയിപ്പം നിലവിൽ അവർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ബ്ലൂടൂത്ത് 5ൻ്റെ ഒരു ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റിയും കൂടെ ഈ ഒരു റിമോട്ട് കിറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. വളരെ ചെറിയൊരു ഐസിയാണ് ഇതിനകത്ത് വരുന്നത്. അതും ഒരു ഐസി മാത്രമേ ഉള്ളൂ. കാരണം ഇതിനകത്ത് ചെറിയ ഒരു ഹീറ്റ് സിങ്ക് ആ ഐസിയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ 2.1 എന്നുള്ള രീതിയിൽ 3 ചാനലുള്ള ഒരു ഐസി ഒരു ബോർഡാണിത്. അതിന് 30+30 ലെഫ്റ്റ് ആൻഡ് റൈറ്റിനും 60 വാട്ട്സിൻ്റെ ഒരു സബ്വൂഫർ ഔട്ടുമാണ് ഈ ഒരു ബോർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുക. കൂടാതെ തന്നെ ഈ ഐസി ഏതാണെന്നുള്ള നമ്പർ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ചെറിയൊരു ഐസിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ സാധാരണ TPA സീരീസിലുള്ള ഐസിയൊക്കെയാണ് ഇതിൽ വരുന്നത്, അല്ലെങ്കിൽ TDA സീരീസിലുള്ള ഐസിയൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇത് ഏതാണെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. 4 സൈഡ് ലെഗുള്ള സ്ക്വയർ ടൈപ്പ് ഐസിയാണ് ഇതിൽ വരുന്നത്. കൂടാതെ തന്നെ അത്യാവശ്യം ഹീറ്റ് ആവുന്ന തരത്തിലുള്ള ഒരു ഐസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിൻ്റെ ഫ്രണ്ടിലും അതിൻ്റെ ബാക്ക് സൈഡിലും തൊട്ട് ബാക്കിലും ഹീറ്റ് സിങ്ക് വെച്ചിട്ടുണ്ട്. ക്ലാസ് ഡി ആണെങ്കിലും ചെറിയൊരു രീതിയിലുള്ള ഹീറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ 2 സൈഡിലും വളരെ കൃത്യമായിട്ട് തന്നെ ഹീറ്റ് സിങ്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് SMD കമ്പോണൻസ് ആണ് ഇതിനകത്ത്. ഫുൾ SMD കമ്പോണൻസ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, കണക്ഷൻ കൊടുക്കുന്ന സമയത്തും വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കാനുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു പവർ സപ്ലൈയുടെ ഒരു സെക്ഷനും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതും ഇതിൻ്റെ അവസാനം കാണാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ നാട്ടിലിപ്പം സൗണ്ട് ബാറിൻ്റെ ഒരു സമയമാണ്. അപ്പം സൗണ്ട് ബാർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡിസൈനായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു മോഡ്യൂളാണ്, അല്ലെങ്കിൽ ഒരു റിമോട്ട് കിറ്റാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫ്രണ്ട് പാനൽ, ആ രീതിയിലുള്ളൊരു ഫ്രണ്ട് പാനലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5ൻ്റെ ഒരു കണക്റ്റിവിറ്റി നമുക്കിവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 10 മീറ്ററിൻ്റെ ചുറ്റളവിലുള്ള ഒരു റേഞ്ച് പരിധി കിട്ടുന്നതാണ്. അതും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ആക്സ്, HDMI, ARC, USB, ഒപ്റ്റിക്കൽ, കോആക്സിയൽ, സബിൻ്റെ പവർ ഔട്ട്പുട്ട്, കൂടാതെ തന്നെ DC ഇൻപുട്ട് 24 വോൾട്ടാണ്. സിംഗിൾ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ സബ്വൂഫറിൻ്റെ ഒരു പവർ ഔട്ട് അവരവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചിൻ്റെ സബ്വൂഫർ നല്ല രീതിയിൽ വർക്കാവും. നമുക്ക് 60 വാട്ട്സിൻ്റെ ഒരു പവർ ഔട്ടാണ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്നത്. അതും നല്ലൊരു കാര്യമാണ്. ഒപ്റ്റിക്കലിൻ്റെ ഒരു കണക്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ഇതിനകത്ത് ഉള്ളത് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നല്ല നല്ല ക്വാളിറ്റിയുള്ള പാട്ടുകൾ നമുക്ക് DVD പ്ലെയറിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഇതിലോട്ട് പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. കൂടാതെ തന്നെ HDMI, ARC എന്നുള്ളൊരു കണക്ഷൻ നമുക്കിവിടെ ഉണ്ട്. അത് നമുക്ക് TVയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല അടിപൊളി ലുക്കുള്ള ഒരു റിമോട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു റിമോട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ളത് തന്നെയാണ്. സാധാരണ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് കിറ്റ് സാധാരണ വരാറില്ല. ഒരു ലോക്കൽ സെറ്റപ്പിലുള്ള റിമോട്ട് കിറ്റായിരിക്കും വരുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ നല്ല ഫിനിഷിങ്ങോട് കൂടിയുള്ള റിമോട്ട് തന്നെയാണ് അതിനകത്ത് വരുന്നത്.
കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു ആക്സിൻ്റെ ഇൻപുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീരിയോ ഇൻപുട്ട് ഇതിനകത്ത് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പം അത് ഒരു കുറവായിട്ട് നമുക്ക് കാണാം. അതായത് എ.ആർ.സി ജാക്ക് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഓക്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓക്സ് കേബിൾ വെച്ച് ആ ഒരു പ്രശ്നം പരിഹരിക്കാം എന്നതേ ഉള്ളൂ. എന്നാലും എ.ആർ.സി കേബിളിൻ്റെ ആ 2 പിൻ കണക്ഷൻ നമുക്ക് ഇതിനകത്ത് ഇല്ല എന്നുള്ളത് ഒരു കുറവായിട്ട് നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നീട് എടുത്ത് പറയേണ്ടതായിട്ടൊരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ നമുക്ക് യുഎസ്ബി കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കണക്ഷൻ അവർ ഇതിൽ കൊടുത്തിട്ടില്ല. കൂടാതെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലാണ് അത് അവർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു കുറവായിട്ട് കാണിക്കാം. കൂടാതെ തന്നെ ഇതിൻ്റെ എല്ലാ കണക്ഷൻസും ഔട്ട്പുട്ടും എല്ലാം അവർ അതിൻ്റെ ബോർഡിൽ തന്നെ വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വയറിംഗ് കണക്ഷനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇതൊരു 24 വോൾട്ട് 8 ആമ്പിയർ ഉള്ള ഒരു എസ്എംപിഎസ് ആണ്. അപ്പോൾ ഈ ഒരു എസ്എംപിഎസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു റിമോട്ട് കിറ്റിനെ നമുക്ക് പവർ അപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ കൂടാതെ തന്നെ ഇതിനകത്ത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും കൂടെ ഉള്ളതാണ്. മെയ്ഡ് ഇൻ ചൈനയാണ് വരുന്നത്. 8.5 ആമ്പിയർ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. 24 വോൾട്ട് 8.5 ആമ്പിയർ ആണ്. കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ചൈനീസ് പ്രോഡക്റ്റ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയൽസ് തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിനകത്ത് 110 വോൾട്ടും തൊട്ട് 240 വോൾട്ട് കൊടുത്താലും നമുക്ക് ഇതിനകത്ത് 24 വോൾട്ട് 8.5 ആമ്പിയർ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു ആംപ്ലിഫയറിന് മാത്രമല്ല ഇതുപോലെയുള്ള പല ക്ലാസ് ഡി ആംപ്ലിഫയറിന് നമുക്ക് ഈ ഒരു എസ്എംപിഎസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഈ ഒരു എസ്എംപിഎസ് ഇതിൻ്റെ കൂടെ കാണിക്കുന്നതിന് കാരണം നമുക്ക് ഇതിനും ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു എസ്എംപിഎസ് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ നിലവിൽ. അപ്പോൾ നല്ലൊരു എസ്എംപിഎസ് ആണ്. അപ്പോൾ ഈ ഒരു എസ്എംപിഎസ് ഈ ഒരു സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരം അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം വാങ്ങാവുന്നതാണ്. അവരെ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവരെ ആ നമ്പർ കിട്ടുന്നതാണ്. ആ ഒരു നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് അവർ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ് എന്നുള്ളൊരു സവിശേഷതയും കൂടെ നമുക്കുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോപ്പിനെ വിളിച്ച് ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിൽ വിളിച്ച് ചോദിക്കുക. കാര്യം ഇത് ബിസിനസ് അല്ല. ഇതിൻ്റെ ബിസിനസ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ വില പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ അവരെ ഷോപ്പിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. എനിക്ക് ഈ ഒരു സാധനം റിവ്യൂ ചെയ്യാൻ തന്നത് ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരുടെ പേര് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിൽ കൊറിയറായിട്ട് പാഴ്സലായിട്ട് അയച്ചു തരുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഒരു 2.1 അല്ലെങ്കിൽ ഒരു 2.1 സൗണ്ട് ബാർ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. സൗണ്ട് ബാറിന് വേണ്ടി എസ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. കൂടാതെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ ഈ ഒരു വിഷയവുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ അയച്ചു കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയുമായി ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ.